ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ക്രേസി ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. ഈ ന്യൂ ഇയറിലെ എന്റെ സെക്കൻഡ് വീഡിയോ ആണ് ഇത്. ഫസ്റ്റ് വീഡിയോ ആയ ഇയറിങ്ങിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഫസ്റ്റ് ഞാനൊരു ബോർഡാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ബാംഗിൾസ് എടുത്തിട്ടുണ്ട്, വീതിയുള്ളതും വീതി ഇല്ലാത്തതായിട്ടുള്ള 2 ടൈപ്പ് ബാംഗിൾസ് എടുത്തിട്ടുണ്ട്. പിന്നെ മെറൂനും ഗോൾഡും കളർ സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട്, ഫാബ്രിക് ഗ്ലൂ, പിന്നെ കട്ടിംഗ് പ്ലെയർ, സ്റ്റോൺ ചെയിൻ, ബോൾ ചെയിൻ, പിന്നെ ഒരു കട്ടറും. ഇത്രയാണ് നമുക്ക് ആവശ്യം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ ത്രെഡ് ചുറ്റിയെടുക്കുകയാണ്. ഈ ബോർഡിൽ ത്രെഡ് ചുറ്റിയെടുക്കുകയാണ്. ഒരു 35-40 ടൈംസ് ഒക്കെ ചുറ്റിയാൽ മതിയായിരിക്കും. നല്ല തിക്കായിട്ടിരിക്കുന്ന കാണാൻ ഭംഗി. വളയും കൂടെ ആയതുകൊണ്ട് നമുക്ക് നല്ലതുപോലെ ചുറ്റാനും സാധിക്കും. കുറച്ചും കൂടെ വീതിയുള്ള വളയ്ക്കാണെങ്കിൽ ഒരു 45 ഒക്കെ ടൈംസ് വേണ്ടി വരും. നമ്മൾ അതിന്റെ വീതി അനുസരിച്ച് ചുറ്റിയാണ്. വീതി കുറഞ്ഞ വളയ്ക്ക് ഞാനൊരു 30-35 ആണ് എടുത്തിരിക്കുന്നത്. എന്റെ കയ്യിലിരിക്കുന്ന വീതിയുള്ള വളയ്ക്ക് ഒരു 35-40 അത്രയും ഞാൻ ചുറ്റുന്നുണ്ട്. ചുറ്റിക്കഴിഞ്ഞു. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് പിടിച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തിട്ട് ലെങ്ത് കുറഞ്ഞ ത്രെഡ് നമ്മൾ മാറ്റണം. അല്ലെങ്കിൽ അത് പിരിഞ്ഞിരിക്കാനും നമ്മൾ ചുറ്റുമ്പോൾ ഒരു ഭംഗിയും കാണാതെ വെളിയിലോട്ടൊക്കെ വന്നിരിക്കും. അതിനു വേണ്ടിയിട്ടാണ് മാറ്റുന്നത്. ഇനി നമ്മൾ 2 എൻഡും ഗ്ലൂ തേച്ച് നല്ല ഒട്ടിക്കുകയാണ്. ഇനി ഞാനൊരു മീഡിയം വീതിയിലുള്ള വള എടുക്കുകയാണ്. അതിലിതാ ഇതുപോലെ ഗ്ലൂ ഇട്ടിട്ട് നമ്മൾ ഈ ത്രെഡ് ഒരെൻഡ് അതിൽ നല്ല രീതിയിൽ ഒട്ടിച്ച് വെക്കുകയാണ്. ഇതുപോലെ നല്ല രീതിയിൽ ഒട്ടിച്ച് അതിന്റെ മുകളിലും കുറച്ച് ഗ്ലൂ തേച്ചേക്കണം, എന്നാലേ നല്ല സ്റ്റിക്കി ആയിട്ട് ഇരിക്കത്തുള്ളൂ. എന്നിട്ട് ഇതൊരു അരമണിക്കൂർ, ഒരു 1/4 മണിക്കൂർ, അരമണിക്കൂറൊക്കെ ഉണങ്ങാൻ വയ്ക്കുമ്പോഴത്തേക്കും അതിന്റെ ആ വൈറ്റ് കളർ മാറി കളർലെസ് ആവും, ട്രാൻസ്പെറന്റ് ആയിട്ട് ഇരിക്കും. ഇങ്ങനെ വളച്ചു വെക്കുന്നതെന്ന് പറഞ്ഞാൽ ചുറ്റാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ വളച്ചു വെക്കുന്നത്. അല്ലെങ്കിൽ പൊങ്ങിയും താന്നൊക്കെ ഇരിക്കും. നമ്മളെ ഗ്ലൂ ഉണങ്ങി കഴിഞ്ഞു. ആ ഗ്ലൂവിന്റെ വൈറ്റ് കളറൊക്കെ മാറി കളർലെസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ചുറ്റാൻ പോവുകയാണ്. ഇതുപോലെ വിരിച്ച് ചുറ്റിയെടുക്കണം. നല്ല ടൈറ്റ് ചെയ്ത് പിടിക്കാനും നോക്കണം. എൻ്റെ മറ്റേ കൈ ഉണ്ടാവും, ആ വിരൽ വെച്ച് ഞാൻ ആ ചുറ്റുന്ന ഭാഗം ഇതുപോലെ ടൈറ്റ് ചെയ്ത് പിടിച്ചേക്കാണ്. വിട്ടിട്ട് ഇതുപോലെ ഒന്നും കൂടി ആ ഭാഗം പിടിച്ച് ഇറുക്കി വെച്ചേക്കാണ്. അടുത്ത ചുറ്റിയതിന് ശേഷം മാത്രമേ അത് എടുക്കത്തുള്ളൂ. അപ്പൊ നല്ല തിക്കായിട്ട് സ്റ്റിക്കി ആയിട്ടിരിക്കും. ഈ കയറിയും പൊങ്ങിയൊക്കെ ഇരിക്കുന്ന അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത് മാത്രമല്ല ത്രെഡ് ചുറ്റിയത് നല്ല രീതിയിൽ വിരിച്ച് വേണം ചുറ്റാൻ. ചേർത്ത് പിടിച്ച് ചുറ്റരുത്. അങ്ങനെ ആവുമ്പോഴും കാണാൻ ഒരു ഭംഗിയും കാണത്തില്ല. അത് പൊങ്ങിയും താന്നൊക്കെ ഇരിക്കുകയും ചെയ്യും. നമ്മളെ ത്രെഡ് ചുറ്റിക്കഴിഞ്ഞു. ഇനി അതിന്റെ ബാക്കി ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇതുപോലെ മാറ്റണം. അതില് എന്നിട്ട് ഇതുപോലെ ഗ്ലൂ ഒട്ടിക്കുകയാണ്. കുറച്ച് ഗ്ലൂവേ ഇടാവുള്ളൂ. കൂടുതലായി പോയാൽ വളരെ അടിഭാഗം ഒരു ഭംഗിയും കാണത്തില്ല. അത് കയറി ഇറങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ട്. ശകലം ഗ്ലൂ ഇട്ട് നല്ല ഫുള്ള എത്തുന്ന രീതിയിൽ ഒട്ടിച്ചിട്ട് പിന്നെ അതിന്റെ മുകളിൽ ശകലം ഗ്ലൂ ഇതുപോലെ തേച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം. ഉണങ്ങുമ്പോഴത്തേക്ക് നല്ല സ്റ്റിക്കി ആയിട്ടിരുന്നോളൂ.
നമ്മളെ ഗ്ലൂ ഉണങ്ങി കഴിഞ്ഞു. ഇനി ഇതിൽ എങ്ങനെ സ്റ്റോൺ ചെയിൻ ഒട്ടിക്കുന്നതെന്ന് നോക്കാം. വൈറ്റ് കളർ സ്റ്റോൺ ചെയിൻ ആണ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വളയിൽ ഇതുപോലെ ചുറ്റി വെച്ചിട്ട് അത് എത്രമാത്രം നീളത്തിന് കട്ട് ചെയ്യണമെന്ന് നോക്കാം. ഇതിൻ്റെ കറക്റ്റ് ലെങ്തിനെടുത്തിട്ട് നമ്മൾ കട്ടിംഗ് പ്ലെയർ വെച്ച് ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റുകയാണ്. രണ്ട് സ്റ്റോണിൻ്റെ ഇടയിൽ ഒരു ചെയിൻ ഭാഗമുണ്ട്, ആ ഭാഗം വേണം കട്ട് ചെയ്യാൻ. സ്റ്റോണിൻ്റെ മുകളിൽ കട്ട് ചെയ്യണമെങ്കിൽ സ്റ്റോൺ പൊടിഞ്ഞു പോവും. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. വളരെ കറക്റ്റ് ലെങ്തിനുള്ള സ്റ്റോൺ ചെയിൻ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിൽ എങ്ങനെ ഗ്ലൂ ഇടാമെന്ന് നോക്കാം. ഇതുപോലെ അതിൻ്റെ സെൻറ്ററിൽ നോക്കി കറക്റ്റ് എടുക്കണം. ചെറുതായിട്ട് പ്രസ് ചെയ്യാവുള്ളൂ. കൂടുതൽ പ്രസ് ചെയ്യുമ്പോൾ ഭയങ്കര ഇതായിട്ട് ഗ്ലൂ വരും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ബാംഗിൾസിൻ്റെ ചുറ്റും നമ്മൾ ഗ്ലൂ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി ചെയിൻ വയ്ക്കുന്ന എങ്ങനെയെന്ന് നോക്കാം. ആ ഗ്ലൂവിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ വച്ചു കൊടുത്താൽ മതി. കണ്ടോ, ഇതുപോലെ സെൻറ്റർ നോക്കി വച്ചു കൊടുക്കണം. ഇനി ഞാൻ ഗോൾഡ് കളർ ത്രെഡ് എടുത്തേക്കാണ്. അത് 5 ടൈംസ് ഞാൻ ആ ബോർഡിൽ ചുറ്റിയിട്ടുണ്ട്. നമ്മൾ സ്റ്റോൺ ചെയിൻ നല്ല ഉണങ്ങിക്കഴിഞ്ഞു. ഇനി ഗോൾഡ് കളർ ത്രെഡ് ഞാൻ 2 എൻഡും നല്ല രീതിയിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. അത് ഈ ബാംഗിളിൽ ഒട്ടിക്കുകയാണ്. ഒരു 5 ടൈംസേ ഞാൻ ചുറ്റിയിട്ടുള്ളൂ. അതിൽ കൂടുതലായ കാണാൻ ഭംഗിയൊന്നും കാണത്തില്ല. ഒരു 3 ടൈംസോ 5 ടൈംസോ ഒക്കെ മതിയായിരിക്കും. ജസ്റ്റ് അതൊന്ന് നമുക്ക് ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം മതി. അത് മാത്രമല്ല, നമുക്ക് ഈ ചെയിൻ്റെ ഇടയിൽ കൂടെ നമുക്കിങ്ങനെ കയറ്റി എടുക്കണം. ഇനി ആ ഒട്ടിച്ചത് നമ്മൾ നേരത്തെ വള വെച്ച കണക്ക് തന്നെ വളച്ച് ഉണങ്ങാൻ വെക്കുകയാണ്. ഞാൻ വീതിയുള്ള വളയിലും അതുപോലെ ചെയ്ത് വെച്ചേക്കുക. ഇനി നമുക്കിത് എങ്ങനെ ചുറ്റുന്നെന്ന് നോക്കാം. ഈ സ്റ്റോൺ ചെയിനിന്റെ ആ ഗ്യാപ്പില്ലേ, 2 സ്റ്റോണിന്റെ ഇടയ്ക്കുള്ള ആ ഗ്യാപ്പിൽ ആ ചെയിൻ്റെ ഇടയിൽ കൂടെ വേണം നമ്മൾ ഈ ഗോൾഡ് ത്രെഡ് ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അത് 2 കണ്ണി വിട്ടും നമുക്ക് ചുറ്റാം, ഒറ്റ കണ്ണി വിട്ടും ചുറ്റാം. ഞാൻ 2 രീതിയിലും ഇത് കാണിക്കുന്നുണ്ട്. ഒറ്റ സ്റ്റോൺ വിട്ടാണ് ഞാൻ ഇപ്പോൾ ചുറ്റി എടുക്കുന്നത്. ഇത് 2 സ്റ്റോൺ വിട്ട് നമുക്ക് ചുറ്റിയെടുക്കാൻ പറ്റും. ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ത്രെഡ് ഒരു 4 ടൈംസ് 5 ടൈംസ് ഒക്കെ ചുറ്റിയിട്ടുള്ളൂ. അത് മതിയായിരിക്കും. അതിൻ്റെ വീതി തിക്നെസ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ ചുറ്റിയെടുക്കാൻ ഭയങ്കര പാടായിരിക്കും. അത് മാത്രമല്ല, വെളിയിലോട്ട് ത്രെഡ് തള്ളിയിരിക്കും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ തിക്നെസ് കുറച്ച് ചുറ്റിയെടുക്കുന്നത്. ഓരോ സ്റ്റോണിൻ്റെയും ഗ്യാപ്പ് വിട്ടാണ് ഞാൻ ഇതുപോലെ ചുറ്റിയെടുക്കുകയാണ്. നല്ല ടൈറ്റായിട്ട് ചുറ്റിയെടുക്കണം. ഈ വളയിൽ പിടിക്കുന്ന ആ കൈ കൊണ്ട് തന്നെ അതിൽ 2ലും നല്ല ടൈറ്റായിട്ട് പിടിക്കാൻ പറ്റും. ഇതുപോലെ ഓരോ ചുറ്റുമ്പോഴും അതിൽ ടൈറ്റായിട്ട് ഇതുപോലെ പിടിച്ച്
നമ്മൾ ഇതാ ചുറ്റി തീരാറായി. ഒറ്റ കണ്ണിട്ടാകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഭംഗിയായിട്ട് കുറച്ച് ക്രൗഡായിട്ടിരിക്കും. നമ്മൾ ചുറ്റിക്കഴിഞ്ഞു. ഇനി അതിൻ്റെ ബാക്കി വന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് നല്ല രീതിയിൽ ഒട്ടിച്ച് വെക്കുകയാണ്. നല്ല ടൈറ്റായിട്ട് നമ്മൾ അത് ചുറ്റിയത് കൊണ്ട് തന്നെ ഇത് വിട്ടാലും അത് ഇളകി പോകത്തില്ല, ഇങ്ങനെ ഇരിക്കുള്ളൂ. അതുമല്ല നമ്മൾ സ്റ്റോണിൻ്റെ രണ്ടിൻ്റെ ഇടയിലല്ലേ വെച്ചേക്കുന്നത്, അപ്പം നല്ല സ്റ്റിക്കായിട്ടിരുന്നോളും. ഇനി നമ്മൾ ഗ്ലൂ ചെറുതായിട്ട് ഒട്ടിച്ചാൽ കൂടുതൽ ഗ്ലൂ ഇടേണ്ട ആവശ്യമില്ല. ഇനി അതിൻ്റെ മുകളിലും കൂടി കുറച്ച് ഗ്ലൂ ഒട്ടിച്ച് സ്റ്റിക്ക് ചെയ്ത് വയ്ക്കണം. നമ്മൾ വള റെഡിയായി കഴിഞ്ഞു. ഇത് ഒറ്റ കണ്ണി വിട്ടിട്ടുള്ളതാണ്, ഒരു സ്റ്റോൺ വിട്ടിട്ടുള്ളതാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഒരു സെൻറ്ററിന് വേണ്ടിയിട്ടാണ് രണ്ടും കൂടെ കണക്ട് ചെയ്ത് വെച്ചേക്കുന്ന സ്റ്റോൺസേ. ഇങ്ങനെയാണ് സെൻറ്ററിലെ വളയാണ് ഒറ്റ കണ്ണിയിലും മറ്റേത് രണ്ട് കണ്ണി ഇട്ടുമാണ്. ന്യൂ ഇയറിന്റെ ഫസ്റ്റ് ഡേ ഇട്ട ഇയറിങ്ങിന്റെ മാച്ചിങ് ബാംഗിൾ റെഡി ആയി കഴിഞ്ഞു. എല്ലാവർക്കും എന്റെ ബാംഗിൾസ് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.